ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അവകാശമുണ്ടെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം മീഡിയ വണ്ണിനോട്. എന്നാൽ ആ സ്ഥാനം ലീഗ് ചോദിക്കില്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സ്വാഭാവികമാണ്. ഭരിക്കാൻ പോകുന്ന പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സാധാരണയാണ്. പേരാമ്പ്രയിൽ അടക്കം വിജയിച്ച മലപ്പുറത്ത് 20-ലധികം സീറ്റ് നേടുമെന്നും മലപ്പുറം ജില്ല UDF തൂത്തുവാരുമെന്നും PMA സലാം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ കണക്ക് കൂട്ടൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ലീഗിന്? എത്ര സീറ്റ് കിട്ടും? ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതിനേക്കാൾ വലിയ ശുഭപ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഞങ്ങൾക്ക് എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത് എന്നത് ഉറപ്പാണ്. ഒരു കണക്കെടുപ്പിലൂടെ ഒരു 20-ലധികം സീറ്റ് ഉറപ്പാണ്. തീർച്ചയായിട്ടും 20-ലധികം ഉറപ്പല്ലേ. 20+. മലപ്പുറം ജില്ല 16 സീറ്റുണ്ട്. ലീഗ് എപ്പോഴും പറഞ്ഞതാണ് മുഴുവൻ സീറ്റും നേടുന്നത്. ആ നിലവിൽ ആ ഒരു സാഹചര്യം ഉണ്ടോ മലപ്പുറത്ത്? ഇല്ല, 14 സീറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇപ്പോൾ 2 സീറ്റല്ലേ പുറത്തുള്ളൂ. ആ 2 സീറ്റ് കൂടി ഞങ്ങൾ വീടും. കെട്ടിച്ചിൽ വലിയ 10,000-ലേറെ വോട്ട് ജയിക്കുന്നതാണ് ലീഗ്. അത് എണ്ണു കഴിയുന്നവരെ ആർക്കും എന്തും പറയാലോ. ലീഗ് അവിടെ എന്തായാലും ജയിക്കും. UDF അവിടെ ഭൂരിപക്ഷം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. മറ്റൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലം, അത് UDF-ന് ഗുണകരമാണോ ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ്? ഈ മുഖ്യമന്ത്രി അല്ല, ഈ മുഖ്യമന്ത്രി ഏതായാലും കേരളത്തിന് വേണ്ടേ? അപ്പോൾ അതാരാണ് എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ചർച്ച ചെയ്തോട്ടെ. അതിനെന്താ കുഴപ്പം? ചർച്ച ചെയ്യാൻ പാടില്ലേ? മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. അതവർ തീരുമാനിക്കും. ഞങ്ങളോട് ചോദിച്ചാൽ അപ്പോൾ അഭിപ്രായം പറയണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് അഭിപ്രായം പറയും. ഉപമുഖ്യമന്ത്രി സ്ഥാനം വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ലീഗിന് അവകാശപ്പെട്ടതാണെന്ന് പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ അഭിപ്രായം വരുന്നു. സ്വാഭാവികമായിട്ട് അത് ലീഗിന് അവകാശപ്പെട്ടതല്ലേ? അതിന് മടി കാണിക്കേണ്ടതുണ്ടോ? അത് ചോദിക്കാൻ. അല്ല, ലീഗിന് അർഹതപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. നിങ്ങൾ മാധ്യമങ്ങളാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളതിന് നിങ്ങളോട് നന്ദിയുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. പക്ഷേ ഞങ്ങളത് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഒരു ഏറ്റവും ക്ലാസിക്കായിട്ട് നിന്നൊരു പോരാട്ടം നടന്ന പേരാമ്പ്ര, അവിടെയുള്ള ഒരു വിജയ പ്രതീക്ഷ എങ്ങനെയാണ്? പേരാമ്പ്ര ജയിക്കും. ഓ, എന്താ സംശയം? അതുകൊണ്ടല്ലേ അവർക്ക് ഹാലിളകിയത്, വിഭ്രാന്തി ഉണ്ടായത്. അതുകൊണ്ടല്ലേ വർഗീയത മറ നീക്കി പുറത്ത് കൊണ്ടുവന്നത് അവർ. എന്നാൽ അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, മതനിരപേക്ഷ ശക്തികൾ UDF-ന് വോട്ട് ചെയ്യും, ജയിക്കും. വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് ലീഗുള്ളത്. ലീഗിന് 20-ലധികം സീറ്റ് ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ UDF പ്രതിപക്ഷ നേതാവിൻ്റെ അതേ നിലപാടാണ്. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. മറ്റുള്ള കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം മുമ്പും ലീഗ് അലങ്കരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല വിവാദ വിഷയങ്ങളിലും പേരാമ്പ്രയിലടക്കം വിജയിക്കുമെന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജീത്തു പടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.